സംഗീതം ഇഷ്ടമില്ലാത്തവരുണ്ടോ? ഇല്ല അല്ലേ? അതൊരു തെറാപ്പി പോലെയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ആമിയുടെ സംഗീത കച്ചേരി കണ്ടാലോ? ഇവിടെ നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് നടന്ന പരിപാടിയാണ്. അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ആമിയുടെ കച്ചേരിക്ക് ആമിനെ ഞങ്ങളിവിടെ ഇറക്കി വിട്ടു. ആദ്യം നേരം വൈകി, അത്ര നേരം വൈകിട്ടൊന്നുമില്ല അല്ലേ? 8 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആവണുള്ളൂ. ആമി എന്തുകൊണ്ട് അവിടെ പെർഫോം ചെയ്യാൻ പോകണമെന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ? ആമി അവിടുത്തെ ചിന്മയിലാണ് കേട്ടോ മ്യൂസിക് പഠിക്കുന്നത്. ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ് അവിടെ പഠിപ്പിക്കുന്നുണ്ട്. മ്യൂസിക്, ഡാൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസ് ആണ് ഇന്ന് അവിടെ നടക്കുന്നത്. അപ്പോൾ വയലിൻ്റെയും വീണയുടെ ഒക്കെ പെർഫോമൻസ് കഴിഞ്ഞായിരുന്നു. അതിനുശേഷമായിരുന്നു മ്യൂസിക് സ്റ്റുഡൻസിൻ്റെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നത്. ആമി അവിടെ സന്ധ്യ ടീച്ചറിൻ്റെ കീഴിലാണ് കേട്ടോ മ്യൂസിക് പഠിക്കുന്നത്. അപ്പോൾ കുഞ്ഞു മക്കളടക്കം ഒരുപാട് മുതിർന്ന ആൾക്കാർ വരെ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് കേട്ടോ. ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാനും അമ്മയും പിള്ളേരും കൂടിയിട്ടാണ് പോയത്. അവിടെ നിന്ന് അഭിച്ചേൻ്റെ അമ്മ രാഗിണിയമ്മയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ടായിരുന്നു അന്ന് പ്രോഗ്രാം കാണാനുണ്ടായിരുന്നത്. ഒരുപാട് ആൾക്കാർ അവിടെ കാണാനുണ്ടായിരുന്നു കേട്ടോ. സ്റ്റുഡൻസിൻ്റെ പാരൻസ് ആയിട്ടായാലും അമ്പലത്തിൽ തൊഴാൻ വന്നവരൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ കാണാനുണ്ടായിരുന്നേ. എന്ത് രസമായിട്ടാണ് കുഞ്ഞു മക്കളൊക്കെ പാടുന്നതെന്ന് അറിയൂ. ടീച്ചറുടെ സപ്പോർട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ടീച്ചർ എല്ലാവരും ഒരു കുട്ടികൾ എന്നുള്ള രീതിയിലല്ല, എല്ലാവരും ടീച്ചറുടെ സ്റ്റുഡൻസ് ആണല്ലോ. അതുകൊണ്ട് തന്നെ ടീച്ചറുടെ സപ്പോർട്ട് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അത്രയും നിങ്ങളതിൽ ശ്രദ്ധിച്ചറിയാം. ടീച്ചർ എല്ലാവരും പാടുമ്പോൾ അവരോടൊപ്പം നിന്ന് അവരെ എൻകറേജ് ചെയ്യാനായിട്ടായാലും താളം കൊട്ടി താളം പറഞ്ഞു കൊടുക്കുന്നത് തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് സപ്പോർട്ടാണ് ടീച്ചറുടെ എന്ന്. ഏതൊരു കലാരൂപം പഠിക്കാനായിട്ടായാലും ഏജൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല കേട്ടോ. അപ്പോൾ ഞാൻ ആമിയുടെ പ്രോഗ്രാമിൻ്റെ ടൈമിൽ പോയതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന ഒരുവിധം എല്ലാതും ടീച്ചറുടെ സ്റ്റുഡൻസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി ആമിയുടെ കച്ചേരിയാണ്. അപ്പോൾ ഞാനത് മുഴുവനായിട്ട് ഇടാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയണേ.
പ്രത്യേക ശക്തി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. നമ്മളവിടെ ഇരുന്ന് പോവും, എത്ര നേരം വേണമെങ്കിലും ഇരിക്കാൻ ഞാൻ റെഡിയായിരുന്നു. പക്ഷെ ആദ്യക്ക് കുറച്ച് നേരം ഇരുന്നപ്പോഴേക്കും അവന് ബോറടിച്ച് തുടങ്ങി, കാര്യങ്ങളായി, ബുദ്ധിമുട്ടായി. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം ഇരുന്നിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ആമിയുടെയൊക്കെ കച്ചേരി കഴിഞ്ഞതിന് ശേഷവും ടീച്ചറുടെ ഒരുപാട് സ്റ്റുഡൻസിൻ്റെ പിന്നീടും പ്രോഗ്രാംസ് അരങ്ങേറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ടീച്ചറുടെ ഒരു ഗ്യാങ് ഓഫ് പിള്ളേർ മാത്രമാണ്. അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, മക്കളെ ഗുണമാക്കാൻ വേണ്ടിയിട്ട് വന്ന് ഇഷ്ടപ്പെട്ടിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ഒരുപാട് പാരൻസ് അവിടെ ഉണ്ട് കേട്ടോ. എനിക്കും പോകാൻ താല്പര്യമൊക്കെ ഉണ്ട്, പക്ഷെ സമയക്കുറവ് മൂലം ഞാൻ എന്തോ ഇപ്പോൾ പോകുന്നില്ല. ഞാൻ പിന്നീട് ജോയിൻ ചെയ്യാൻ എനിക്ക് പ്ലാൻ ഉണ്ട്. ഇപ്പം എന്തായാലും എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട് പഠിക്കാൻ. പണ്ടൊക്കെ ഉണ്ടല്ലോ ആമീനെ LKG തൊട്ട് ഞാൻ പാട്ട് പഠിപ്പിക്കാൻ വിടുന്നതാണ് കേട്ടോ. അവൾ പണ്ട് മുതലേ പാട്ട് പാടുമായിരുന്നു. അപ്പം ഞാൻ ഇവിടെ മ്യൂസിക് ക്ലാസ്സിൽ കൊണ്ടുവന്നാക്കുമ്പോൾ ഒരു വീട്ടിലായിരുന്നു ആദ്യം, അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു ഒരു വിനീത ടീച്ചർ വന്നിരുന്നത്. അപ്പം ഞാൻ ഇവളുടെ കൂടെ അവിടെ പോയിരിക്കും. ഞാൻ തിരിച്ച് റിട്ടേൺ കൊണ്ടുവരുന്ന വരെ ഞാൻ ആ ക്ലാസ്സിലിരിക്കും. അപ്പോൾ ഞാൻ ആ പാട്ട് കേട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഠിക്കാനും കേൾക്കാനും. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ചിന്മയിൽ പഠിപ്പിക്കുന്ന ഐറ്റംസ്. നിങ്ങളൊന്ന് വേണമെങ്കിൽ നോക്കിക്കോ. തൃശ്ശൂരൊക്കെ ഉള്ളവരൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ പോയി ജോയിൻ ചെയ്യാം കേട്ടോ. നല്ലൊരു സ്ഥാപനമാണ്, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അന്ന് അവിടെ സ്റ്റുഡൻസിന് ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതെ, ഇതൊക്കെ ആമിയുടെ ക്ലാസ്മേറ്റ്സ് ആണ്. സത്യം പറഞ്ഞ കുഞ്ഞ് അവിടുത്തെ സ്റ്റുഡൻറ്റ്. ഇത്ര കിലോ ഉണ്ട് വെയിറ്റ്. ആദ്യം അവിടുത്തെ സ്റ്റുഡൻറ്റ് തന്നെയായിരുന്നു കേട്ടോ. അവന് ചെറിയ രീതിയിലൊരു മടിയുള്ളതുകൊണ്ട് അവൻ പകുതി വെച്ചിട്ട് അവിടെ നിർത്തി. അവൻ നന്നായി പാട്ട് പാടും, ഇനി അവനെ നിർബന്ധിച്ച് വിടേണ്ടി വരുമെന്ന് തോന്നുന്നു. അപ്പോൾ കുഞ്ഞ് ഇപ്പോൾ ഒരു മാസമായിട്ടുള്ളൂ കേട്ടോ. ഈ വെക്കേഷനിലാണ് ഈ കുഞ്ഞ് ജോയിൻ ചെയ്തത്. എല്ലാ ദിവസവും ക്ലാസ്സസ് അവൈലബിൾ ആണ് കേട്ടോ. വർക്കിംഗ് ഡേയ്സിലും ഉണ്ട്, സാറ്റർഡേ സൺഡേ ഒക്കെ ക്ലാസ് ഉണ്ട്. സാറ്റർഡേ സൺഡേ ഉച്ചയ്ക്ക് മുന്നേ ഒരു ബാച്ചും ഉച്ച കഴിഞ്ഞിട്ട് വേറൊരു ബാച്ചായിട്ടൊക്കെയാണ് കേട്ടോ ക്ലാസ് നടക്കുന്നത്. ഇപ്പം നമ്മളൊരു ക്ലാസ് മിസ്സായെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ബാച്ചിലും ഇരുന്ന് പഠിക്കാൻ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ ടീച്ചറുടെ നെക്സ്റ്റ് സെറ്റ് ഓഫ് സ്റ്റുഡൻസിൻ്റെ കൂടെ ടീച്ചറിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ കേട്ടോ. ഈ വീഡിയോ എടുത്തത് കുഞ്ഞിയാണ്. കുഞ്ഞി വീഡിയോ എടുത്തരാ എന്ന് പറഞ്ഞ് പിന്നാലെ നടന്നപ്പോൾ കുഞ്ഞിയുടെ ഒരു ബിറ്റ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാണ്. അടുത്ത പ്രാവശ്യം ചേച്ചിരും പാട്ടുണ്ടാവൂല്ലേ? അതെൻ്റെ കസിൻ ചേച്ചിയാണ് കേട്ടോ, അഞ്ചു ചേച്ചി എൻ്റെ അമ്മായിയുടെ മോളാണ്. അങ്ങനെ ഞങ്ങൾ 1-2 റീൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് തേക്കിൻകാട് വന്നു കേട്ടോ. ഇത് പാർക്കിൻ്റെ സൈഡിലാണ്. യൂണിഫോം നീലകള് ഞങ്ങളുടെ വീരനാട്യത്തിൻ്റെ ഡ്രസ്സിൻ്റെ ബ്ലൗസാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്കും സെയിം കളർ ബ്ലൗസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു നീല യൂണിഫോം പോലെയായി. അവിടെ എല്ലാവരും ഞങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ റീലൊക്കെ എടുത്ത് തിരിച്ച് വീട്ടിൽ വന്നു. എനിക്ക് വീണ്ടും കടയിലേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ആദ്യമൊക്കെയാണെങ്കിൽ അന്ന് ഭയങ്കര ജലദോഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അവന് മരുന്ന് മേടിക്കാൻ ഇറങ്ങിയപ്പോഴാണ് കടയിൽ അർജൻറ്റായിട്ട് എത്തണമെന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഞാൻ ആദ്യം കൊണ്ട് കടയിലേക്ക് പോന്നു. ഇവിടെ എത്തി കഴിഞ്ഞപ്പോൾ അവൻ്റെ വയ്യാക്കിയൊക്കെ കുറഞ്ഞു കേട്ടോ. അതെ, കുറച്ച് നേരം ഇരുന്ന് പിന്നെ ഞാൻ ഇറങ്ങിയായിരുന്നു. കാരണം ഞാൻ ഡ്രസ്സൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല, ഈ ഒരു കോസ്റ്റ്യൂമിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ വൈകുന്നേരം വർക്ക് സൈറ്റിൽ ഷഞ്ചനയുടെ വീട് പണിയുടെ സൈറ്റിലേക്ക് കയറിയതാണ് കേട്ടോ. എന്നിട്ടാണെന്ന് വെച്ചാൽ അവിടെ നിന്ന് റീലെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ പുതിയ സ്പോട്ടാണ്, ഡാൻസ് ചെയ്യുന്ന സ്പോട്ടാണ് കേട്ടോ. അവിടെ എത്തിയിട്ട് പിന്നെ വടംവലി കടിയൊക്കെ ആയിരുന്നേ. പൊള്ളാച്ചി പോയിട്ട് ഞങ്ങൾക്ക് എന്നിട്ട് മേടിച്ചോണേ. പൊള്ളാച്ചി പോയിട്ട് എന്നിട്ട് മേടിച്ചോണേ.
അതെ അബ്ചേട്ടൻ പൊള്ളാച്ചി പോയേക്കായിരുന്നു കേട്ടോ. അതിൻ്റെ തലേദിവസം ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അന്ന് ഞാൻ വ്ളോഗൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അന്ന് റെസ്റ്റ് ഡേ ആയിരുന്നു. ഞങ്ങൾ പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങളിത് പിറ്റേ ദിവസം തിരിച്ചു പോകാൻ കേട്ടോ. കാരണം അന്ന് സൺഡേ ആണ്, പിറ്റേ ദിവസം ക്ലാസ് ഉണ്ടായിരുന്നു പിള്ളേർക്ക്. വല്ലപ്പോഴൊക്കെ കേട്ടോ വീട്ടിൽ വന്ന് നിൽക്കാറുള്ളൂ. ഒരുവിധം എല്ലാ ദിവസം വീട്ടിൽ പോവാറുണ്ട്, പക്ഷെ നിൽക്കലൊക്കെ കുറവാണ്. പക്ഷെ നിന്ന് പോകുമ്പോണ്ട് എന്തോ ഒരു വിഷമയ്യോ വീട്ടിൽ പോയിട്ട് പണിയെടുക്കണ്ടേ എന്നുള്ളൊരു ചിന്തയിലാണ് കേട്ടോ പോകുന്നത്. പിന്നെ സ്കൂളൊക്കെ തുറന്നല്ലോ, നേരത്തെ എണീക്കണം. അങ്ങനെ ദേ മിന്നു ആമിയുടെ ബർത്ത്ഡേക്ക് കാണാം, ആ ബർത്ത്ഡേയുടെ അന്ന് വരാം. പക്ഷെ പിറ്റേ ദിവസം ആമിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിന് വരാമെന്നൊക്കെ പറഞ്ഞ് മിന്നു എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് 2 വണ്ടിയിലായിട്ട് തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കച്ചേരി വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വ്ളോഗുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞാലാണല്ലോ എനിക്ക് എന്തെങ്കിലും വ്യത്യാസം വരുത്തണമെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.